ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ചയിൽ നിന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയത്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവരുടെ നിലപാട് മാറ്റാത്തിടത്തോളം കാലം ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും അത് അവസാനിക്കില്ലെന്നുമാണ് ട്രംപിൻ്റെ നിലപാട്. കഴിഞ്ഞ ദിവസം 2 മണിക്കൂറോളമാണ് ട്രംപ് പുടിനും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചത്. യുദ്ധാരംഭവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും ഭാവിയിൽ റഷ്യയുടെ നിലപാടിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അവർ സംസാരിച്ചു. പക്ഷേ അതിന് രൂപം എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ പുടിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഇപ്പോൾ യുദ്ധം ആരംഭിച്ചത്. അതിനിപ്പോഴും ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കും എന്ന തരത്തിലാണ്. അതോടൊപ്പം തന്നെ ഉക്രൈനിൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ 20% ഇപ്പോൾ ഞങ്ങളുടെ കൈവശത്തിലാണ്, തങ്ങളത് വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് പുടിൻ്റെ രണ്ടാമത്തെ അഭിപ്രായം. ഈ 2 അഭിപ്രായങ്ങളും ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് എന്ന് മുൻപ് തന്നെ ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനിടയിൽ തന്നെ ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പോലും പൂർണ്ണത കൈവരിക്കാൻ വേണ്ടിയിട്ട് പുടിന്